അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ നടക്കുന്ന 4ാം ക്ലാസ് ഫിഖിന്റെ മോഡൽ ചോദ്യ പേപ്പറാണ്. 1 മുതൽ 11 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്. 1 യോജിച്ചവ ചേർക്കാം. റുക്കോയിൽ മുതുകും പിരടിയും ഡാഷ് സമമാക്കുക. ഈത്തിദാലിലേക്ക് ഉയരുമ്പോൾ ഡാഷ് എന്ന് ചൊല്ലുക. സമിഅല്ലാഹു ലിമൻ ഹമിദ. 3 എല്ലാ റക്അത്തിലും ഡാഷ് ഓതൽ നിർബന്ധമാണ്. ഫാത്തിഹ. 4 ഹൈദ് നിഫാസ് ഉള്ള അവസരത്തില് ഡാഷ് നിർബന്ധമാണ്. നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. 5 2 കൊല്ലത്ത് ഏകദേശം 200 ലിറ്റർ ആണ്. 6 നജസ് ഉപയോഗിക്കാൻ ഡാഷ് പാടില്ല. 7 നിസ്കാരം മഹത്തായ ഇബാദത്താണ്. ഇനി രണ്ടാമത്തെ ചോദ്യം 2 വീതം എഴുതുക. റുക്കുയിലെ സുന്നത്തുകൾ 2 കാര്യങ്ങൾ എഴുതുക. എയ്തിദാലിലെ സുന്നത്തുകൾ 2 കാര്യങ്ങൾ എഴുതുക. പൂർത്തിയാക്കാം. റബ്ബനാ ലക്കൽ ഹംദു ഡാഷ് മിൻ ഷൈഇൻ ബഅദു. സുബ്ഹാന ഡാഷ് വബിഹംദിഹി. 3 മഗ്രിബിന്റെ പൂർണ്ണമായ നിയ്യത്ത് എഴുതുക. 4 തഹൂർ എന്നാൽ എന്ത്? 5 നജസ് എന്നാൽ എന്ത്? 4 ഉത്തരം എഴുതാം. റുക്കു എന്നാൽ എന്ത്? നിൽക്കൽ ഫർളാണ് ഏത് നിസ്കാരത്തിൽ? 3 അർക്കാനു സലാത്ത് എന്നാൽ എന്ത്? 4 തയമ്മം എന്നാൽ എന്ത്? 5 ഇസ്തിൻജാഇ എന്നാൽ എന്ത്? ഇനി അടുത്തത് ശരിക്ക് നേരെ ശരി അടയാളപ്പെടുത്തുക. നമ്മുടെ പാഠത്തിലെ 22ാമത്തെ പേജ്. 1 വുളു ഇല്ലാതെ പള്ളിയിൽ കയറാൻ പാടില്ല. ഹൈദ് ഉള്ളവർക്ക് നിസ്കരിക്കാൻ പാടില്ല. വലിയ അശുദ്ധി നീങ്ങാൻ വുളു ചെയ്താൽ മതി. വുളു ഇല്ലാതെ മുസ്ഹഫ് തൊടരുത്. ഖുർആൻ ഓതാൻ വുളു നിർബന്ധമാണ്. ഇതിൽ ശരിക്ക് നേരെ ശരി അടയാളപ്പെടുത്താം. ഇനി 6ാമത്തെ ചോദ്യം. തെറ്റുകൾ ശരിയാക്കി എഴുതുക. 1 ചെറിയ അശുദ്ധി ഉയർത്താൻ കുളിക്കണം. 2 നിഫാസ് രക്തമുള്ളവർക്ക് നിസ്കരിക്കാം. 3 ഉറങ്ങിയ നിസ്കരിക്കാൻ കുളിക്കണം. വലിയ അശുദ്ധിയുള്ളവർ വുളു ചെയ്യാതെ പള്ളിയിൽ താമസിക്കരുത്. ഇത് തെറ്റ് തിരുത്തി എഴുതുക. ഇനി യോജിച്ചവ ചേർക്കാം. പേജ് നമ്പർ 20 നമുക്ക് കാണാം. ഹൈദ്, നിഫാസ്, കുളിയുടെ ഫർളുകള്, വുളുവിന്റെ ഫർളുകള്. വലിയ അശുദ്ധി ഉണ്ടാകും, ചെറിയ അശുദ്ധി ഉണ്ടാകും. ഇതിൽ ബി കോളത്ത് കൊടുത്തിരിക്കുന്ന മനി പുറപ്പെട്ടാല് മൂത്രിച്ചാല് സാധാരണ 40 ദിവസം, സാധാരണ 6 7 ദിവസം, 6 2. ഇതില് 1ാമത്തെ കോളത്തിലുള്ളത് 2ാമത്തെ കോളത്തിനോട് യോജിപ്പിച്ച് എഴുതുക. നാളെ നടക്കുന്ന പരീക്ഷയിൽ എല്ലാവർക്കും ഉയർന്ന മാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.